തള്ളക്കിപ്പേ ഞാൻ തൽക്കാലേ ഞാൻ കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല. തള്ള മകൻ പറയാൻ കാത്തിക്കാണ്. തള്ള അങ്ങോട്ട് മണ്ടി തരാന് പൈസക്കും വേണ്ടിയിട്ട്. പൈസ 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 എന്നുള്ള ചിന്ത. മകനോടാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ പറച്ചിൽ എന്താണ്, എന്റെ ഉമ്മ ഉണ്ടായിട്ടാണ് ഞാൻ ഉണ്ടായിക്കണത്, എന്നിട്ട് എനിക്ക് മാപ്പിള ഉണ്ടായിട്ടുള്ളൂ എന്ന് വലിയ വലിയ വർത്താനാണ്. എത്ര പറഞ്ഞു കൊടുക്കണം ഞാൻ ചെങ്ങായിനോട്, നിങ്ങളെ പൈസ ഇങ്ങനെ ചെലവാക്കല്ലേ, ഒരു മകള് വലുതായി വരികയാണ്, അതിന് വേണ്ടി വരും പൈസ, വലുതായി വരിക എന്നുള്ളത് ആര് കേൾക്കണ്. ചെങ്ങായിക്ക് ഒരു കൂസലുമില്ല. ചെങ്ങായിക്ക് പൈസ അയക്കണേന് മുന്നേ ചെങ്ങായി വിളിച്ച് പറയും ഉമ്മാക്ക് ഞാൻ അത്ര പൈസ അയച്ചിക്കണ്, പോയി വാങ്ങി എന്നുള്ളത്. കഴിഞ്ഞ മാസം പോട്ടെ എന്നൊക്കെ, കഴിഞ്ഞ മാസം 3000 ഉറുപ്പ്യ ഉള്ളൂ എന്നൊക്കെ, ഈ മാസം 5000 ഉറുപ്പ്യ കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം ഞാൻ കൊടുക്കൂല, 5000 കൊടുക്കൂല, 1000 കൊടുക്കൂല. തള്ള ഏതായാലും വരാതിരിക്കൊന്നു അങ്ങോട്ട് വരട്ടെ. തള്ളക്ക് മരുന്നിന് മുക്കിടിക്കുവാണല്ലോ. എന്ത് പറഞ്ഞാലും ഒരു മരുന്ന് മുക്കടി, വേറെ ഒന്നും ഇല്ല തള്ളക്ക്. എന്താ അത് ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടലുണ്ടാവുമോ? എന്നാ തള്ള വേറുള്ള മക്കളോടൊന്നും ചോദിക്കൂല, ഈ ചെങ്ങായിനോട് ഇങ്ങനെ ചോദിച്ചിങ്ങാട് നിൽക്കും. എന്നാ വേറുള്ള മക്കളാ അത് കണ്ടിങ്ങനെ നടക്കാനും. ഒരു ചൊല്ലുണ്ടല്ലോ, എന്താണ്, നനഞ്ഞോടത്ത് കുയിക്കാന്ന് പറഞ്ഞ ചൊല്ലാണ്. ചെങ്ങായിക്ക് മനസ്സിലാവണ്ട ചെങ്ങായിനെ ഇങ്ങനെ ഇതാക്കുക എന്നുള്ളത്, മുടിപ്പിക്കാൻ നടക്കാണ് തള്ളാന്നുള്ളത്. അത് ചെങ്ങായിക്ക് തീരെ മനസ്സിലാവില്ല. എടി ആ തള്ളൊരു പാവാണ്, അതിന്റെ പൈസ അതിന് കൊടുത്താളാ, അതിന്റെ ഉമ്മാനെ നോക്കണേന് എനക്കെന്താ. ആ ഇമ്മഞ്ഞിപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാന് തള്ളക്ക് പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇന്നെ ഒഴിവാക്കാൻ നിൽക്കല്ലേ ചങ്ങായി, ഇക്കാണ്ട് തോന്നല്ലേ. അത് എനിക്കറിയാം എന്താ പറയണ്ടത് എന്നുള്ളത്. ഞാൻ മോൾക്ക് ഫീസ് കൊടുത്തയച്ചിന്ന്, അല്ലെ വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോണ്ട് അപ്പാണ്ട് ഒതുങ്ങിക്കോളും. അല്ല ഇപ്പൊ എന്താ ചെയ്യാ. 5000 ഉറുപ്പ്യ അല്ല, 1000 2000 എന്നല്ല കൊടുക്കാൻ പറഞ്ഞത്, 5000 കൊടുക്കുന്ന്. ആശുപത്രി കാണിക്കാൻ ഞാൻ പോവാൻ പാടില്ല, ഒന്നിനും ഞാൻ പോവാൻ പാടില്ല. തള്ള ഒറ്റക്ക് പൊയ്ക്കോളാന്ന് പറയും. അതിലെന്നെ എന്തോ കള്ളത്തരല്ലേ, അതിലെന്നെ എന്തോ കള്ളത്തരുണ്ട്. തള്ള ഒറ്റക്ക് പൊയ്ക്കോളാം, നിങ്ങൾ ആരും വരണ്ടാന്നാ പറയും, നിങ്ങളൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലാന്ന് പറയും. അത് അങ്ങോട്ട് വിളിക്കുമ്പോഴേ മകനോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓതി കൊടുക്കുന്നുണ്ടാവും. അതാണേ. എന്തായാലും ഇങ്ങോട്ട് വരട്ടെ. കുറച്ച് ഞാൻ വരേക്കാരോ, അവിടുന്ന് പുറപ്പെട്ടിക്കണെന്ന് പറഞ്ഞു ഞാൻ നേരത്തെ ഇളച്ചിക്ക് വിളിച്ചപ്പോൾ. ഇങ്ങോട്ട് വരേക്കാരോ. എന്നാ ശരി, ഞാൻ വെക്കാണ്. എന്നാ ശരി, ആയിക്കോട്ടെ. ഒരു പ്രശ്നവും ഇല്ല. എന്നാ ശരി. ഓ ഇനിയും കണക്ക് തന്നെയാണ്. എല്ലാരും അവരാരന്മാരും മക്കളെ കൂടെ നിൽക്കുവല്ലേ, ഇത് അങ്ങനെയല്ല. ഓന്റെ അമ്മയല്ലേ, ഓൻ കൊടുത്തോട്ടെ എന്നാ പറയാം. ഇതെന്ത് തള്ളയണാവോ. ന്റെ ബദിരിങ്ങളെ, എന്താ ഈ ഒരു അൽമാറ ഓള് കാട്ടിട്ടിക്കണത്. ഞാൻ നേരാക്കി വെക്കാനും മോള് ഇതൊന്നായിട്ട് വലിച്ചിടാനും. എന്താ ഇത് പൗഡറൊക്കെ ആണല്ലേ ഈ ഇതിമേല് വെച്ചിങ്ങാണ്ട് ഇതാക്കി വെച്ചിരിക്കണത്. എല്ലാരും കയ്യിന്റെ അടിയിൽ ഇട്ടുകാണ്ടാണ് മുഖത്തിടല് പൗഡർ. ഇത് അങ്ങനെയല്ല, ഇത് അൽമാറും ആദ്യം കൊട്ടിയേക്കും. ഗ്യാസ് നടക്കാണ്ടല്ല, ഞാനല്ല പൈസ ഇവിടെ വെച്ചിന്ന്. ഒന്നായിട്ട് വലിച്ചിടും. ഇങ്ങോട്ട് വരട്ടെ ഓള്. സ്കൂൾക്ക് പോവാൻ എന്താണോ ഇത്ര ഒരുക്കാനോ ഓൾക്ക്. വെച്ചോടത്താണെങ്കി ഒരു മുതൽ കാണില്ല, ഇതൊന്നായിട്ട് പരത്തിട്ടിക്കണോള്. ഇവിടെ ഇല്ലേ, വാതിലൊക്കെ തുറന്നിട്ടിക്കണല്ലോ. ആരാണിപ്പോ ആ ബെല്ലടിക്കണേ? ഓ തള്ള വന്നിക്കാ തോന്നുന്നു. അവിടെ ബെല്ലടിച്ചോട്ടെ, കുറച്ചേരം കൂടി. ഇപ്പൊ ബെല്ലടിച്ച് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കും. ഇമ്മ ഇങ്ങോട്ട് പോരി, ഞാനിവിടെ അകത്തുണ്ട്. ഇതവിടെ ഉണ്ടാ, അതാ വരണേ. മകൻ വിളിക്കാൻ കാത്തിക്കാണ്. തള്ള അപായം കുന്ത്രണ്ടിട്ട് ഇങ്ങോട്ട് വണ്ടി തരാൻ. ഇന്റെ ആൾ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാ. ഞാൻ വെച്ച് പുറത്തെവിടെയില്ലാവെന്ന് കരുതിയിട്ടാണ് ബെല്ലടിച്ചിരുന്നത്. ഇങ്ങനെ ഞാൻ കഴിഞ്ഞ മാസേ അയൽവാസിന്റെ അടുത്ത് ഒരു 5000 ഉറുപ്പ്യ കടം വാങ്ങിയിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി നോക്കിയെന്നാ ഞാൻ ഓളോട് രാവിലെ ഇവിടെ വെക്കാൻ പറഞ്ഞിരുന്നു. അത് വെച്ചിരുന്നു. അത് സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടേലേ ഏതോ മൂലൊക്കെ കൊണ്ടുവച്ചിക്കണു തോന്നുന്നു. ഒന്നായിട്ട് വലിച്ചു വാരിയിട. കിട്ടി, ഇവിടെ ഉണ്ട്. ഇമ്മ ഇരിക്കുമ്മ, നിങ്ങൾ കൊറേ നേരമായി പോന്നിട്ട്? ഇല്ല, ഞാൻ ഇരിക്കണില്ല, ഞാൻ പോന്നിട്ട് പോയ പോരെ, ഇപ്പൊ തന്നെ പോണാ? ഞാനേ ആസ്പത്രി കാണിക്കാണ്ട് 2 മണിക്കാണ് ഡോക്ടർക്ക് ബുക്ക് ചെയ്തിരിക്കണത്. കുഞ്ഞാനോട് പറഞ്ഞില്ലേ? എന്നാണ്ട് ഇരിക്കുക, ഞാണ്ട് വരാം. അല്ലമ്മ, നിങ്ങൾ വരണ കൂട്ടന്നൊക്കെ പറഞ്ഞല്ലേ അമ്മ വന്നപ്പോ പറഞ്ഞത്. 2 മണിക്കോ ഡോക്ടർക്ക് ബുക്ക് ചെയ്തിക്കണെന്നുള്ളത് എന്നോട് കുഞ്ഞോൻ പറഞ്ഞില്ലേ. എൻ്റെ അടുത്ത് എന്തൊക്കെ പൈസ തന്നിക്കണ്, അത് വാങ്ങാൻ പറഞ്ഞ്, അത് കിട്ടിയിട്ട് വേണക്ക് ഡോക്ടറെ കാണിക്കാനെന്ന് പോയിട്ട്. പൈസ
ഇമ്മ ഒന്നും ഉണ്ടായിട്ട് ഞാൻ പറയല്ലട്ടാ. നിങ്ങളും തന്നെ നിങ്ങളെ മകൻ വിളിക്കുമ്പോഴേ ഇങ്ങനെ അനങ്ങിയ പൈസ ചോദിക്കണം എന്തിനാണ്? ഞങ്ങൾ ഇവിടെ എങ്ങനെ കഴിയണം നിങ്ങൾക്ക് അറിയണ്ട. നിങ്ങളെ മകൻ അവിടുന്ന് ഇങ്ങനെ പൈസ കടം വാങ്ങിയിട്ടാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത്. അത് വല്ല ബോധം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്തിനാണ് മാസം 5000 ഉറുപ്യ? കഴിഞ്ഞ മാസമാണ് നിങ്ങൾക്ക് 10,000 ഉറുപ്യ തന്നത്. ഈ മാസം 5000 ഉറുപ്യ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര തോനെ പൈസ? അതിന് മാത്രം എന്ത് ചെലവാണ് നിങ്ങൾക്ക് പെരയിലുള്ളത്? ഇവിടെ എനിക്ക് പെണ്ണിന്റെ ഫീസ് അടക്കണം. നിങ്ങളെ മക അയച്ചതിന്റെ പുറമെ തന്നെ എന്തെങ്കിലും പൈസ തയ്യില്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് കട വാങ്ങിയിട്ട് ആ പൈസ അടക്കണം. എല്ലാതും ഞാൻ ചെയ്യണം. ഇതിപ്പോ നനച്ചോടത്ത് കുയിക്കണ മാറ്റൊരു സ്വഭാവമാണ് നിങ്ങൾക്ക്. ഇജ് എന്തൊക്കെയാ കുട്ടിയെ ഈ പറയണത്? അനക്ക് അറിയണതന്നെയല്ലേ ഇന്ന ഡോക്ടറെ കാണിക്കണതും ഇതാക്കണതൊക്കെ. അപ്പൊ കഴിഞ്ഞ മാസമല്ലേ നിങ്ങൾ ആശുപത്രി പോയി മരുന്ന് വാങ്ങിയത്? ഈ മാസം നിങ്ങൾക്ക് 5000 ഉറുപ്യന്റെ ആശുപത്രി കാണിക്കലുണ്ടാ? ഇത് വലിയൊരു കാണിക്കലാണല്ല, 5000 ഉറുപ്യന്റെ ഒരു കാണിക്കല്. ഞാൻ എവിടെയും കണ്ടിട്ട് എങ്ങനത്തെ ഒരു കാണിക്കലും ഇതാക്കലൊന്നും. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മാസം 2000, 3000, 4000 വേണ്ട ആവശ്യം. നിങ്ങൾ ഇന്നേ വരായിട്ട് നിങ്ങൾ എനിക്കും എന്റെ മകൾക്കും വിളിച്ചങ്ങാണ്ട് അനക്ക് സുഖാണോടിന്ന് ചോദിച്ചിക്കണ. പിന്നെ അനക്കല്ലേ കുട്ടിയെ ഞാൻ ഈ വിളിക്കല്. ഇജ് കൊറേ ബെല്ലടിച്ചാല് ഇജ് ഫോൺ എടുക്കൂല. ഇജ് എന്തോ ഞാൻ എന്തോ എന്നോട് എന്തെങ്കിലും ചെയ്ത മാതിരിക്കാണ് എന്റെ കാട്ടിക്കൂട്ടല്. ഇജ് ഇത്രയും പറഞ്ഞത് ഞാൻ പറയാണ്. ഞാൻ എന്തോ ചെയ്ത മാതിരിക്കാണ് എന്റെ കാട്ടിക്കൂട്ടല്. ഇജ് ഫോൺ എടുക്കൂല. ആ കുട്ടിയൊന്നും നിന്നോട് വിളിച്ച് വർത്താനം പറയാൻ ഇജ് സമ്മതിക്കൂല. അത് ഒരു നേരം ഫോൺ എടുത്തില്ലാന്ന് വെച്ചിട്ട് പിറ്റത്തെ നേരം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റൂല? അപ്പൊ നിങ്ങളെ കുറ്റത്തരം തന്നെ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ള മരുക്കൾ മാത്രം മതിയല്ല നിങ്ങൾക്ക്? ഞാൻ വേണ്ടല്ല. എന്റെ അടുത്ത് പൈസ ഒന്നും തന്നിട്ട് നിങ്ങളെ മകനെ ഒരു 5000 എനിക്ക് തന്നിരുന്നു. അതെന്തിനാണ്? ഞാൻ അയൽവാസിന്നേ കടം വാങ്ങിന്ന് കഴിഞ്ഞ മാസം ചെലവിനും കൂടി പൈസ ചെയ്യാതായിട്ട്. ആ പൈസ കൊടുക്കാൻ വേണ്ടിങ്ങാണ്ട് എനിക്ക് 5000 തന്നിക്കണ്. ആ പൈസ കൊടുക്കാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വരന്റെ കൂട്ട് നിങ്ങളെ മകൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ഇങ്ങോട്ട് പൈസക്ക് മാത്രല്ലേ നിങ്ങൾ വരുള്ളൂ. എന്തൊക്കെയാ ഇജ്ജ് പറയണത്? പൈസക്ക് അല്ലാതെ ഞാൻ എൻ്റെ അടുത്തൊക്കെ വരവില്ലേ? ഇജ്ജ് ഇവിടെ ഞാൻ അങ്ങോട്ട് വരികയെന്ന് പറയുമ്പോ ഇജ്ജ് പറയും ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇങ്ങോട്ട് പോവുകയാണ്. എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് പല ന്യായങ്ങളാണ്. ഓൻ തന്നിട്ടില്ലെങ്കിലേ എനിക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോ ഏതായാലും ബുക്ക് ചെയ്തതാണ്ട് ക്യാൻസൽ ആക്കണം, അടുത്ത മാസം കാണിക്കണം, അത്ര തന്നെ ഉള്ളു. അല്ലാതെ വലിയ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്ത് പൈസന്റെ കൂട്ടാന്നുണ്ടെങ്കിലും ഓൻ ഇന്നോട് ഇങ്ങോട്ട് പറച്ചിലാണ്. ഞാൻ ഓനോടൊന്നും ചോദിക്കലില്ല. എനിക്കറിയില്ല ഇപ്പൊ ഓന്റെ ഇല്ലായ്മ ഇതൊക്കെ. അല്ലാതെ നിങ്ങൾ കരുതണമായിരിക്കും ഞാൻ ഒന്നും ഓനോട് ചോദിക്കലില്ല. ഒരു നേരം എന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വിളിച്ചപ്പോ എന്തെന്നോട് പറഞ്ഞത്? ഇക്ക് സൗകര്യം ഇല്ല, ഇമ്മ അങ്ങോട്ട് പൊയ്ക്കോളിന്ന് അറിഞ്ഞ്. അതല്ലേ പിന്നെ ഞാൻ ഒറ്റക്ക് പോക്ക് തുടങ്ങിയത്. നിങ്ങൾക്ക് കായ് ചെലവാക്കണേന്റെയും കണക്കും ഒക്കെ അറിയാലോ എന്ന് കരുതിയിട്ടാണ് നിങ്ങളെ ഞാൻ വിളിച്ചത്. നിങ്ങൾക്ക് ആർക്കും വരാൻ വെച്ച. പിന്നെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? ഒറ്റക്ക് പോവല്ലാതെ. പിന്നെ എനിക്ക് പണിക്ക് എന്തെങ്കിലും പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പോകൂലേ? പിന്നെ എന്റെ മക്കളോടല്ലാതെ ഞാൻ വേറെ ആരോടെ പൈസ ചോദിക്കൽ? നനച്ചോടത്ത് കുയിക്കല്ല കുട്ടിയെ. എന്റെ മാപ്പിളനെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്, ഇമ്മ ഞാണ്ട് പൈസ അയച്ചിട്ട് ഓളെടുത്ത് എന്നുള്ളത് 2000 ഉറുപ്യ. ഓനെ കഴിഞ്ഞ വരവിലെ ആരോടുന്നോ കടം വാങ്ങിയത്, അവിടുത്തെ അയൽവാസിന്റെ അടുത്ത് കടം വാങ്ങിയത്, അതൊന്നുകൊണ്ട് കൊടുത്താളിന്നും പറഞ്ഞു എന്നോട്. അല്ലാതെ എനിക്ക് തിന്നാനല്ല 5000 മൊത്തം. ഇപ്പൊ ഏതായാലും ആയില്ലേ? എന്തായാലും പെണ്ണ് വരട്ടെ സ്കൂൾ ഇട്ടിട്ട്. ഓളെ കണ്ടിട്ട് വേണം പോവാൻ. കൊറേ കാലമായില്ലേ കണ്ടിട്ട് ഓളെ. എന്നോട് ഞാൻ പെരുന്നാക്ക് അങ്ങോട്ട് പെരേക്ക് വരാൻ പറഞ്ഞപ്പോ വന്നും ചെയ്തില്ല. എന്തായാലും ഓള് വന്നതിന് ശേഷം പോവാൻ. നിങ്ങൾ തൽക്കാലം ഇപ്പേ എന്റെ കുട്ടീനെ കാണണ്ട, മനസ്സിലായ? എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വിഷം കുത്തിവെച്ചിങ്ങാണ്ട് ഇനിയും കൂടിയേ ഒറ്റക്കാക്കാനല്ലേ നിങ്ങൾക്ക്? മകനക്കോ നിങ്ങൾ വിളിക്കുമ്പോഴേ വിഷം കുത്തിവെച്ച് മകനക്ക് ഇപ്പൊ കണ്ണിന്റെ നേരെ കണ്ടുകൂടാതെ ഇരിക്കണ്. അതും ഞങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ സന്തോഷിച്ചോളി. നിങ്ങളെ മറ്റുള്ള മരുക്കളോട് പോയിട്ട് കളിച്ച് ചിരിച്ചിരുന്നാണ്ട് പറഞ്ഞോളി ഓളെ മാപ്പിള പോളോട് തെറ്റിക്കണാലോ എന്നുള്ളത്. എന്തൊക്കെ വർത്താനാണ് ഇജ്ജ് പറഞ്ഞത്? ഞാൻ എന്താ എന്റെ മാപ്പിളിനോട് എന്നെ പറ്റി പറഞ്ഞു കൊടുത്തതാണ്? ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്റെ മകളോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തതാണ്? എന്നാ എന്റെ മകളെ എന്റെ മുന്നിൽ വെച്ചൊന്ന് ചോദിക്കിച്ചി ഞാൻ എന്താ പറഞ്ഞു കൊടുത്തെന്നുള്ള. ഇങ്ങളുണ്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്ക. ഇങ്ങളെ പോലെ ഒരു ഡീസന്റ് വേറെ ആർക്കും ഉണ്ടാവില്ലല്ലോ. അത്രയും നല്ല അമ്മായിമാണല്ലേ നിങ്ങള്? ആണല്ല. അല്ലെങ്കിൽ എന്തുണ്ടായിട്ട് നിങ്ങൾക്ക് ഇന്നോട് ഇത്രക്ക് ദേഷ്യം? ഇവിടെ 2 ദിവസം നിങ്ങളോട് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കൂല. നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അത് മോറിപ്പിച്ച് അല്ലെങ്കിൽ ഞാനൊന്ന് അടിച്ചോരിപ്പിച്ച് തന്നെങ്ങാണ്ട് നിങ്ങൾ സർവ്വസാധാരണയാണ് മരുക്കളോട് വന്നുങ്ങാണ്ടേ അമ്മായിമാര് പണിയെടുക്കല്. അന്ന് ഇത്ര വലിയ പുത്തിരി ഉള്ളതല്ല. നിങ്ങൾ കഴിഞ്ഞ മാസം 2 ദിവസം ഇവിടെ വന്ന് നിന്നപ്പോ 3-ാം ദിവസം നിങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചെന്ന് പറഞ്ഞാണ്ട്. എന്താ ഒരാകും കൊലായി അടിച്ചോരിപ്പിച്ചാണ് ഇത്ര വലിയ പണി? അതത്ര വലിയ പണി?
എന്നിട്ട് നിങ്ങളെ മകനോട് എന്താ പറഞ്ഞു കൊടുത്തത്? എൻ്റെ കൂടെ വന്ന് നിക്കണില്ല എന്ന് പറഞ്ഞു. ഇജിനെ കൊണ്ട് പണി എടുപ്പിച്ചില്ലേ? രണ്ടീസം ഞാൻ റെസ്റ്റ് എടുക്കാൻ ഇവിടെ വന്നത് വെയ്യാഞ്ഞിട്ട്. അപ്പൊ ഇജ്ജ് എന്താ ചെയ്തത്? ഈ അകും കോല ഇന്നെ കൊണ്ടുള്ള പണിയൊക്കെ എടുപ്പിച്ച്. എന്നിട്ട് ഇവിടുത്തെ അയൽവാസികളോടൊക്കെ എന്താ ഇജ്ജ് പറഞ്ഞത്? ഇജ്ജ് എന്താ പറഞ്ഞു കൊടുത്തത്? എന്താ അയൽവാസികളോട്? ഇന്റെ ചെവി പൊട്ടത്തിയൊന്നല്ലല്ലോ ഞാന്. ഇജ്ജ് എന്താ പറഞ്ഞത്? അത് ഉമ്മാന്റെ ഇഷ്ടം കൊണ്ട് ചെയ്യാണ് അല്ലേ? എന്നിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ആസ്പത്രി പോവേണ്ടി വന്ന്. അനക്കെന്തോ ഞാനെന്തോ വലിയ അപരാധം ചെയ്ത പോലെയാണ് അന്റെ കാട്ടിക്കൂട്ടല്. പിന്നെ എന്നോട് ഞാൻ കൂടുതൽ വർത്താനം പറയാനും ഒന്നിനും നിൽക്കാത്ത എന്താണെന്നറിയോ? എന്നോട് വർത്താനം പറഞ്ഞ ഉത്തരം കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിൽക്കാത്തത്. ജയം കിട്ടൂല. ഇജ് പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് വിചാരിച്ച് വർത്താനം പറഞ്ഞ എന്നോട് പിന്നെ ജയം കിട്ടൂല. പിന്നെ നമ്മൾ എന്ത് മുണ്ടിയിട്ട് കാര്യ? പിന്നെ ഇന്റെ കുട്ടി എനിക്ക് എന്നും വിളിക്കും. അതിപ്പോ ഇജ്ജല്ല ആര് തടുത്താലും ഓൻ വിളിക്കാതിരിക്കൂല. ഓനെ പെറ്റത് ഞാനാണെന്നുണ്ടെങ്കിൽ. നിങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. നിങ്ങളെ പോലെ നല്ല പുള്ളി വേറെ ആരാ ഉള്ളത്? നിർത്തടി. ഇജ്ജ് കേറി എങ്ങട്ടാ പോണത്? ഇന്റെ മകനെ ഞാൻ പെറ്റേന്റെ ശേഷമാണ് എനിക്ക് മാപ്പിള അയക്കണത്. അല്ലാതെ വെറുതെ കിട്ടിയതൊന്നല്ലല്ല. എനിക്ക് റോട്ടുമെന്ന് കിട്ടിയതാണ് എന്റെ കുട്ടീനെ. ഞാൻ മുണ്ടണ്ടാന്ന് കരുതി നിൽക്കുമ്പോഴേ ഇനി ഇത്രയും കാലം എന്റെ മകനോട് ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനി ഏതായാലും പറഞ്ഞു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിക്കണ്. ഇജ്ജ് ഊഹിച്ചും മോയിച്ചുങ്ങാണ്ടേ ഇന്റെ കുറ്റങ്ങളെ എന്റെ മകനക്ക് പറഞ്ഞു കൊടുക്കണേ ഞാൻ അറിഞ്ഞില്ല എന്ന് വിചാരിക്കണ്ട. ഓനെ ഒന്നും സ്വീകരിക്കാതാവുമ്പോൾ ഇജ്ജ് ഇന്റെ നെഞ്ഞത്തേക്ക് കയറുകയല്ലേ? നിങ്ങൾ ഇങ്ങനൊക്കെ ദേഷ്യപ്പെടാൻ മാത്രമേ അതിന് മാത്രം ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത് നിങ്ങളോട്? അപ്പൊ ഞാൻ പറഞ്ഞപ്പോളേ അനക്ക് പൊള്ളില്ലേ? അതേ പൊള്ളലുണ്ടടി ഇക്കും. ഞാനേ പെറ്റതാണ് എന്റെ കുട്ടീനെ. അല്ലാതെ അനക്ക് വെറുതെ റോട്ടുമെന്ന് എടുത്ത് തന്നതൊന്നല്ല. അനക്ക് സ്വന്താന്ന് പറഞ്ഞിട്ട് ഇന്റെ കാര്യങ്ങൾ നോക്കാൻ പാടില്ല, എനിക്ക് വിളിക്കാൻ പാടില്ല, എനിക്ക് പൈസ അയക്കാൻ പാടില്ല, ഒന്നും പാടില്ല. ഒന്നും ഓൾക്ക് ഒക്കെ ഓളെ കാര്യങ്ങൾ, ഓളെ മകളി ഓളെ കാര്യങ്ങൾ മാത്രം. എന്നിട്ട് ഞാനൊന്ന് വെച്ച് കാര്യത്തിൽ ചൂടായപ്പോൾ നിങ്ങൾ എന്തിനാ ചൂടാവണേന്ന് എനിക്ക് പൊള്ളുണ്ടില്ലേ? എടി എല്ലാ അമ്മമാർക്കും മനസ്സിൽ വേദന ഉണ്ടാവടി. അന്നെ പോലത്തെ കുറെ എണ്ണ ഉണ്ട് നാട്ടില്. ഇജ് മാത്രല്ല മാപ്പിളിനെ ഇങ്ങനെ അടക്കി പിടിച്ചേക്കുക. എന്ത് കാര്യത്തിനാണ്? ഇങ്ങളൊന്നും വയസ്സാവൂല. ഇങ്ങളൊക്കെ കാലാകാലം ഈ കോലത്തിൽ നിൽക്കും. ഇങ്ങളൊന്നും മക്കളെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നേണ്ട അവസ്ഥ നിങ്ങൾക്കൊന്നും വരൂല. നിങ്ങളെ കാട്ടിക്കൂട്ടലും വർത്താനം കണ്ടിട്ടുണ്ടെങ്കിൽ. ഇക്ക് വേണ്ട ഞാൻ എൻ്റെ മാപ്പിളിനോട് പറഞ്ഞാണ്ട് എനിക്ക് വിളിക്കും വേണ്ട ഞാൻ എൻ്റെ മാപ്പിളുടെ പൈസ എങ്ങനത്തെണ്ടിയിട്ടാണെങ്കിലും ഞാൻ ഇതിന്റെ ചികിത്സ നടത്തിക്കൊണ്ട് ഇന്നാലെ എൻ്റെ മാപ്പിളുടെ വാണ്ടക്ക്. ഇന്നാലെങ്കിലും ഇജിക്കൊരു സ്വസ്ഥത തരുമല്ലോ. ഇതുള്ളതും ഇല്ലാത്തതൊക്കെ ഓനക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഓതി കൊടുത്ത് ആ അന്യ നാട്ടിൽ കിടക്കുന്ന ചെക്കനക്ക് ഒരു സുഖം ചെവിക്കുണ്ടാവില്ല. ആ ചെക്ക എന്ന് വിളിച്ചാലും തലക്കൊരു സുഖം ഉണ്ടാവില്ല. ചെക്ക എനിക്ക് വിളിക്കും ഇമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകാണ്ട്. ഒരു പരിധി വേണം ഒക്കത്തിനും. ഇനി എന്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇജ് എന്താച്ച കാട്ടുള്ളൂ ട്ടാ. ഞാൻ പോവുകയാണ്. എന്തായാലും ഇന്റെ പേരക്കുട്ടിയല്ലേ, ഇന്റെ പേരക്കുട്ടി ഇന്നെ കാണുന്നുണ്ടെങ്കിൽ ഇന്റെ അടുത്ത് കണ്ടു വരട്ടെ ട്ടാ. ഞാൻ പോവുകയാണ്. ഇന്റെ ആള് പേടിക്കൊന്നും വേണ്ട. ഞാൻ ഏതായാലും തൽക്കാലം പന്റെ മാപ്പിളിനോട് ഒന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കണില്ല. മനസ്സിലായ? അന്റെ സ്വഭാവം എനിക്കില്ല. ഇന്റെ കുട്ടീന്റെ ജീവിതം തകർന്നു വെച്ചിട്ടാണ് ഞാൻ ഒന്നും ഉണ്ടാത്തത്. അല്ലാതെ അന്നെ പേടിച്ചിട്ടൊന്നല്ല. ഇന്റെ ആളൊക്കെ വിചാരം ഉണ്ടാവും ഇന്റെ ആളൊന്നും വയസ്സാവൂല, മക്കളെ കൈ നീട്ടാൻ നടക്കൂല, ഒന്നും ഇല്ല എന്നുള്ളത്. ഒക്കെ നിങ്ങളെ വിചാരം ഉണ്ടാവും. ഒക്കെ തോന്നലാണ് മക്കളെ. ഇതേ പ്രായത്തേക്ക് എത്തി നോക്കണം. മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ടേ ലാസ്റ്റ് മക്കൾ പെണ്ണെട്ടി കൊടുക്കുന്നുണ്ടെങ്കിലേ മക്കളെ ഹാലെ വിദേശിച്ചിട്ടാവുമ്പോഴാണ് എനിക്കൊക്കെ മനസ്സിലാവുള്ളൂ ട്ടാ. അപ്പളെ ഇന്റെ ആൾക്കൊക്കെ മനസ്സിലാവുള്ളൂ. എന്തായാലും ഞാൻ പോവുകയാണ്. തള്ള അങ്ങനെ ദേഷ്യപ്പെടുന്നു വിചാരിച്ചിട്ടില്ലല്ലോ. ഇതിപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചതൊന്ന്. ഇനിയിപ്പോ തള്ള കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുമല്ലോ കാനോട് ഓരോന്ന്. ഇതുവരെ അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇപ്പൊ രണ്ടും കൽപ്പിച്ചാണല്ലോ തള്ള. അപ്പൊ ഞാൻ കുടുങ്ങും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്ക കാനോട്. പോയാ എന്തൊക്കെ കേൾക്കണം റബ്ബേ. ചികിത്സക്ക് വരെ മരുക്കളോട് കൈ നീട്ടേണ്ട അവസ്ഥയാണ്. മക്കളെ പൈസ ആണെങ്കിലും മരുക്കളെ അടിയും കാലും പിടിക്കണം. വല്ലാത്തൊരു വിധി.